ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുന്നു. ആരും ദൈവകൃപയിൽ നിന്ന് വീണു പോകാതിരിപ്പാനും കയ്പുള്ള വല്ല വേരും മുളച്ചതിനാൽ കലക്കമുണ്ടാക്കി അനേകർ മലിനനാകാതിരിക്കാനും സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരും ദൈവകൃപയിൽ നിന്ന് വീണു പോകാതിരിപ്പാനും കയ്പുള്ള വല്ല വേരും മുളച്ച് അതിനാൽ കലക്കമുണ്ടായി അനേകർ മലിനനാകാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളുവിൻ. നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കയ്പുള്ള വേരിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇച്ചിരൂടെ ആഴമായിട്ട് അറിയണമെങ്കിൽ ആ വീഡിയോകളുടെ കൂട്ടത്തിൽ കാണണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പറയുന്നു വേര് മുളയ്ക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദയം എന്ന് ബൈബിൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാണ്. ഇത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. മനസ്സിനകത്തുള്ള കാര്യങ്ങൾ മറ്റ് മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. കാരണം ഇരമ്യാവ് 17:9 പറയുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കാപട്യവും ദുഷ്ടതയുമുള്ളതാണ്, ആർക്കാണ് അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നത്? ഹൃദയം എല്ലാറ്റിനേക്കാളും കാപട്യവും ദുഷ്ടതയുമുള്ളതാണ്, ആർക്കാണ് അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നത്? അതായത് ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വെറുപ്പ് വരുമ്പോഴും പുറത്ത് നമ്മൾ സ്തോത്രമെന്നും ഒക്കെ പറയും, സന്തോഷമാണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളം എങ്ങനെയാണ് വ്യാപരിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാമോ, കോയമ്പത്തൂര് 2 കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്നതിൽ മകൻ്റെ കൂട്ടുകാരന് ഫുൾ മാർക്ക് കിട്ടുകയും മകന് മാർക്ക് കുറയുകയും ചെയ്തു എന്ന് വന്നപ്പോൾ ഒരമ്മ മകൻ്റെ കൂട്ടുകാരനെ വീട്ടിൽ വിളിച്ചു വരുത്തി ജ്യൂസിനകത്ത് വിഷം കൊടുത്ത് ആ കുഞ്ഞിനെ കൊന്നു. അത് ഉള്ളിൽ അതുപോലെ വിഷം നിറയുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വചനം പറയുന്നത് ഈ ഹൃദയത്തിനകത്തുള്ളത് കണ്ടുപിടിക്കുന്നത് ആര്? ദൈവം കാണും. അതുകൊണ്ട് ഇന്നത്തെ പല വിശ്വാസികളെയും ദൈവം വിശ്വാസിയായിട്ട് പോലും കാണുന്നില്ല. കാരണം ഹൃദയം നോക്കുമ്പോൾ അങ്ങോട്ട് അടുക്കാൻ മേലാത്തത്ര പെശക, ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര വചനവും ഭയങ്കര പരിപാടികളും ആയിരിക്കും. പക്ഷെ ദൈവത്തിന് അവരെ ഇഷ്ടം പോലും ആയിരിക്കില്ല. ഹൃദയം അങ്ങനെയാണ്. അപ്പോൾ ഈ സഭയ്ക്കകത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും നല്ലൊരു ശതമാനവും ഒന്നും രക്ഷിക്കപ്പെട്ടതൊന്നുമല്ല. അതാണ് പ്രധാന കാരണം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കണ്ടുപിടിക്കുന്നവന് മാത്രമേ ഇതിനകത്തുനിന്ന് മോചനം ഉണ്ടാവുള്ളൂ. കണ്ടുപിടിച്ചാൽ അവന് പ്രതിഫലം വർദ്ധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിനകത്ത്, അല്ലെങ്കിൽ ഒരുത്തൻ്റെ ഹൃദയത്തിനകത്ത് സാത്താൻ്റെ വേരുണ്ടെന്ന് അവന് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ, സദൃശ്യവാക്യം 6-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിങ്ങനെ എഴുതിയേക്കുന്നത്, വിശപ്പടക്കുവാൻ മോഷ്ടിക്കുന്നവനെ മനുഷ്യൻ നിന്ദിക്കുന്നില്ല, എങ്കിലും പിടിക്കപ്പെട്ടാൽ അവൻ 7 മടങ്ങ് മടക്കി കൊടുക്കണം, തൻ്റെ ഗൃഹത്തിലെ സമ്പത്തൊക്കെ അവൻ കൊടുക്കേണ്ടി വരും. ഈ വചനം നമ്മൾ ധരിച്ചു വെച്ചേക്കുന്ന കള്ളനെക്കുറിച്ചാണെന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഗൃഹത്തിൽ സമ്പത്തുള്ളവൻ വിശപ്പടക്കാൻ വേണ്ടി മോഷ്ടിക്കേണ്ട കാര്യമുണ്ടോ? ഈ വിശപ്പെന്ന് പറയുന്നത് ഭൗതിക വിശപ്പുമല്ല, ഈ മോഷണമെന്ന് പറയുന്നത് ഭൗതിക മോഷണവുമല്ല. തൻ്റെ ഗൃഹത്തിലെ സമ്പത്തൊക്കെ അവൻ മടക്കി കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഇതൊരു ആത്മീക കാരണമാണ്. ഇത് സാത്താനെക്കുറിച്ച് പറയുന്നതാണ്. വിശ്വാസിയുടെ, ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന നന്മകൾ, എൻ്റെ ഉള്ളിൽ നിന്ന് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു വേരുണ്ടെന്ന് എനിക്ക് പിടികിട്ടിയാൽ, അത് എൻ്റെ ഉള്ളിലുള്ള പിണക്കവും വിദ്വേഷവും കയ്പും വെറുപ്പും ഒക്കെയാണെന്ന് എനിക്ക് പിടികിട്ടിയാൽ, ഞാനത് കറക്റ്റ് ചെയ്യാൻ തയ്യാറായാൽ, ഇവിടെ വചനം പറയുന്നു, പിടിക്കപ്പെട്ടാൽ അവൻ 7 മടങ്ങ് തിരിച്ചു കൊടുക്കണം, തൻ്റെ ഗൃഹത്തിലെ സമ്പത്തൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഈ മോഷ്ടിക്കുന്നവൻ ആരാ? മോഷ്ടിക്കുന്നവനെ കള്ളനെന്ന് വിളിക്കുന്നു. കള്ളനെന്ന് ബൈബിൾ വിളിക്കുന്നത് സാത്താനെയാണ്. കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് കിട്ടത്തുമില്ല. ആർക്കാ? മോഷണം പോയാൽ കണ്ടുപിടിച്ചില്ല എന്നാ ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്ത് കിട്ടിയില്ലെങ്കിൽ എന്നതാ അവരെന്നാ പറയും, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മറ്റൊരാൾക്ക് അന്വേഷിക്കാൻ പറ്റത്തില്ല. അതായത് അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, പലയിടങ്ങളിൽ ചിതറിക്കിടക്കുന്ന വചനത്തെ നാം കണ്ടെത്തി വായിൽ കൂടെ ഏറ്റു പറയുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് മോചനം, വിമോചനം, വിടുതലുണ്ടാകുന്നത്. ഒന്നും കൂടെ പറയട്ടെ, നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാര വചനങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ സാത്താനാണ്. സാത്താൻ എന്ന കയ്പുള്ള വൃക്ഷമാണ്. അവൻ അവിടുന്ന് ഒരു വേര് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ വേര് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചാൽ നമുക്ക് വരുന്ന നന്മകളൊക്കെ പോകുന്ന വഴി നമുക്ക് മനസ്സിലാവും.
ഈ നന്മകൾ, ഈ വേരിവിടെ മുളച്ചതൊരു വിത്തലാണ്. ആ വിത്ത് സാത്താൻ്റെ വിത്താണ്. ആ വിത്ത് ഇവിടെ മുളയ്ക്കാനുള്ള വളവും വെള്ളവും കൊടുത്തത് നമ്മളാണെങ്കിൽ, നമ്മളുടെ സംശയങ്ങളാണെങ്കിൽ, നമ്മളുടെ പിണക്കങ്ങളാണെങ്കിൽ, നമ്മളുടെ ഈർഷ്യകളാണെങ്കിൽ, നമ്മളുടെ വിദ്വേഷങ്ങളാണെങ്കിൽ, നമ്മളുടെ മണ്ടത്തരങ്ങളാണെങ്കിൽ, അത് പരിഹരിക്കാനുള്ള വഴി ഈ സദൃശവാക്യം 6:31 പ്രകാരം എൻ്റെ ഉള്ളിൽ നിന്ന് അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയത് മുഴുവൻ അവൻ്റെ കയ്യിൽ നിന്ന് 7 മടങ്ങ് ഞാൻ പിടിക്കണമെങ്കിൽ പലയിടത്തായി ചെതറിക്കിടക്കുന്ന വചനങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി എൻ്റെ വായിലൂടെ ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ, എൻ്റെ വായിലൂടെ ഞാൻ ഏറ്റുപറയുമ്പോൾ മാത്രമാണ് വിമോചനമുണ്ടാകുന്നത്. എന്തുകൊണ്ടാണെന്നറിയാവോ കേരളത്തിലെ പെന്തക്കോസിൽ നല്ലൊരു സ്ഥലത്തും വിടുതലില്ലാത്തത്? എന്തുകൊണ്ടാണ് വിടുതലില്ലാതെ മടുത്തിട്ട് മനുഷ്യൻ ഉടമ്പടി എടുക്കാൻ പോകുന്നത്? ഒരു നന്മയും കാണാത്തതുകൊണ്ടാണ്. വിശ്വാസി വരും, 2-3 പാട്ട് പാടും, ഒരു വലിയ ബഹളം ഉണ്ടാക്കും, അത് കഴിഞ്ഞ് പിന്നീട് അവിടെ ഇരുന്നിട്ട് ഒരു പ്രസംഗിക്കും. പ്രസംഗം തീർന്നു കഴിയുമ്പോഴേ പാത്രം കൊണ്ട് വരും, പാത്രത്തിനകത്തോട്ട് കൂടുതലിട്ട് അമുക്കി കുലുക്കി തിരിച്ചു കിട്ടുമെന്ന് പറയും. ഇട്ട് നോക്കി, കൊടുത്തു നോക്കി, ഒന്നും അമർത്തി കുലുക്കി കിട്ടിയില്ല. അവസാനം വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞവനെല്ലാം തലയായി, അല്ലാത്തവനെല്ലാം വാലുമായി. കൊടുത്തവനെല്ലാം വാലായി, മേടിച്ചവനെല്ലാം തലയായി. പണ്ട് കോളനി കിടന്നവനൊക്കെ വാലല്ല തലയാക്കുമെന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവനൊക്കെ ഇപ്പം ബംഗ്ലാവ് വെച്ച് കയറി. പണ്ട് ബംഗ്ലാവിൽ കിടന്നവനൊക്കെ കൊടുത്തിപ്പോൾ കോളനിയിലും ചെന്നു. അപ്പോൾ ആരാ തലയായത്, ആരാ വാലായത്? ബുദ്ധിയുള്ളവർ തുറന്ന് ചിന്തിക്കുക. അപ്പോൾ ഇത് ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയും ഈ കയ്പുള്ള വേര്. എൻ്റെ ഉള്ളിൽ ഈ കയ്പുള്ള വേരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഈ കയ്പുള്ള വേരുണ്ടെങ്കിൽ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയും. യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ നഷ്ടം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. എന്ന് പറഞ്ഞാൽ, നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ദൈവകൃപ നഷ്ടപ്പെട്ടത് കാരണം ഞാൻ ഇന്ന് ചെയ്യുന്ന തെറ്റിന് ഞാൻ ഇന്ന് തന്നെ അടി മേടിക്കുന്നില്ല. ഇന്ന് ചെയ്യുന്ന തെറ്റിന് ഇന്ന് തന്നെ അടി മേടിക്കാത്തത് കൊണ്ട് ഈ യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി മധ്യസ്ഥത നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഈ പണി പിടികിട്ടുന്നതുമില്ല. പെട്ടുപോയനെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വർഗരാജ്യത്തിന് വ്യവസ്ഥ പരീക്ഷ കഴിഞ്ഞിട്ടാണ് പഠനം. എന്നാൽ ഭൂമിയിൽ പരീക്ഷ കഴിഞ്ഞിട്ടാണ്, പഠനം കഴിഞ്ഞിട്ടാണ് പരീക്ഷ. സ്വർഗരാജ്യത്തിൽ പരീക്ഷ കഴിഞ്ഞിട്ടാണ് പഠനം. ദൈവത്തിൻ്റെ രാജ്യത്തിൽ അങ്ങനെയാണ്, പരീക്ഷ കഴിഞ്ഞിട്ടാണ് പഠനം. ഭൂമിയിൽ അങ്ങനെയല്ല. ഭൂമിയിൽ പരീക്ഷയ്ക്ക് മുമ്പ് പഠനമാണ്. നമ്മൾ സ്കൂളുകളിൽ പിള്ളേരെ വിട്ട് ആദ്യം പഠിപ്പിക്കും, പിന്നെ പരീക്ഷ നടത്തും. ദൈവരാജ്യത്തിൽ നേരെ തിരിച്ചാണ്. അവിടെ ആദ്യം പരീക്ഷ നടക്കും, അത് കഴിഞ്ഞ് പഠിപ്പിക്കും. ഒന്ന് വാക്യം, കൊറിന്ത്യർ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 1 കൊറിന്ത്യർ 15:57 ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖേന നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ വിജയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ വിജയം ഉണ്ടെങ്കിലും യുദ്ധം ഇനിയുണ്ട്, പോരാട്ടമുണ്ട്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ അന്ധകാര ലോകത്തിൻ്റെ ഭരണകർത്താക്കളോടും അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ ശക്തിയോടും എത്രേ. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലതും നിറവേറ്റിയതിന് ശേഷം ഉറച്ചു നിൽപ്പാനും സാധിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ എല്ലാ തീയമ്പുകളെ കെടുത്തുവാൻ തക്ക വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുവിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും എടുത്തുകൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് എഫെസ്യ ലേഖനത്തിൽ എഴുതിയേക്കുന്നു. അതായത് ഭൂമിയിൽ യുദ്ധം ചെയ്തിട്ടാണ് ജയം. ദൈവരാജ്യത്തിൽ ആദ്യമേ ജയമുണ്ട്. ജയിച്ചത് നിങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു, പക്ഷേ പുറകെ യുദ്ധം ചെയ്യണം. എന്തൊരു വ്യത്യാസം അല്ലേ? അതായത് അദൃശ്യ ശക്തികളുടെ മേൽ ജയം കർത്താവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ നമ്മൾ പോരാടിക്കണം. കർത്താവ് ആ റിസൾട്ട് ആദ്യമേ നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് സഹായിക്കാനും തയ്യാറാണ്. പക്ഷേ ഈ അകത്ത് വേറുള്ളവൻ അവരോട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? അകത്ത് വേറുള്ളവൻ അവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ചുമ്മാ പറയുന്നു പരിശുദ്ധാത്മാവാന്ന്.
ഒന്നാമത് എന്നിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നവനെ തന്നെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള മനുഷ്യരാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. പൗലോസ് പോലും പറഞ്ഞത് എനിക്കും പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ നാട്ടിലെ വിശ്വാസിയെ സംബന്ധിച്ച് എന്നിൽ പരിശുദ്ധാത്മാവ് മാത്രമുള്ളെന്ന് ഇവനങ്ങ് പറയുക. കാരണം അങ്ങനെ ഒരു സാധനം അവരുടെ ഉള്ളിലില്ലെന്നുള്ള സത്യം. പൗലോസ് പറഞ്ഞു എനിക്കും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ നമ്മുടെ ഉള്ളിലോട്ടൊരു രഹസ്യ വേര് വന്ന് കയറിയിട്ടുണ്ടോയെന്ന്, കയ്പിൻ്റെ വേര് ഉണ്ടോ എന്ന് വെളിയിലൊരു മനുഷ്യന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ള എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവൻ്റെ നന്മ കേൾക്കുമ്പോൾ എനിക്കില്ലല്ലോ, അവനുണ്ടായല്ലോ എന്നൊരു ചിന്തയാണെങ്കിൽ കയ്പിൻ്റെ വേര് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ കയ്പിൻ്റെ വേരുണ്ട്. കാരണം സാത്താൻ്റെ മെയിൻ ലൈൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വലിച്ചിട്ടുണ്ടവൻ. അത് നിങ്ങളുടെ നന്മകൾ കൊണ്ടുപോകും. ദൈവം നിങ്ങൾക്ക് തരുന്ന ആത്മീക സന്തോഷം, സമാധാനം എല്ലാം കൊണ്ടുപോകും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, നല്ല വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ സാത്താൻ അവൻ്റെ കയ്പ് വൃക്ഷത്തിൻ്റെ വേര് അവരുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഉള്ളിൽ നിന്ന് നന്മകൾ വലിച്ചുകൊണ്ട് പോകുന്നു എങ്കിൽ, കർത്താവേ, എന്നെ ശ്രമിച്ച ഓരോരുത്തരും അതിൽ നിന്ന് തിരിച്ചറിയുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളങ്ങളെ ദൈവം വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം തിരിച്ചറിഞ്ഞ് നിരപ്പ് പ്രാപിപ്പാൻ ദൈവം ഇടയാക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.